നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ടിപ്പറും മണ്ണുമാന്തി യന്ത്രവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കാത്തുനിന്നിരുന്ന സ്ത്രീ മരിച്ചു. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബൈക്ക് യാത്രികനായ പുത്തമ്പള്ളി വാഴപ്പള്ളി ശരത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ രാവിലെ 8:30യോടെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലെ കൈ ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. സമീപത്തെ മതിലിനും മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈക്കുമിടയിൽ കുടുങ്ങിയ ഗിരിജയുടെ ആന്തരികാവയവങ്ങൾ പുറത്തുവന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തെ ചുമട്ടുതൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോവുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്ക് വീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. റോഡിന് വീതി കുറവായതിനാൽ ഇവിടെ അപകടം പതിവാണ്. കോരമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 ആഘോഷമായ തിരുനാൾ കുർബാന ഉണ്ടായി. കപ്പൂച്ചിൻ വൈദികനായ ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെമ്മണ്ണൂർ ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വിശ്വാസികളും ഭക്തജനങ്ങളും പങ്കെടുത്ത പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായി. ശേഷം പാരിഷ് ഹാളിൽ നടന്ന ഊട്ടുസദ്യയിൽ 2000-ലധികം പേർ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൺവീനർ AJ ജോൺസൺ, ജോയിന്റ് കൺവീനർ ജിൻഡോ വിൻസൺ, ട്രഷറർ KV ജോയ്, കേന്ദ്രസമിതി സെക്രട്ടറി സാബു തരകൻ, കേന്ദ്രസമിതി ട്രഷറർ ഷാജൻ മാറോക്കി, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനീഷ് വിജയ ആശംസകൾ നേർന്നു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MM മനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നേതാക്കളായ ഹാരൂൺ റഷീദ്, ജോസഫ് ചാലിശ്ശേരി, ഉസ്മാൻ കല്ലാട്ടയിൽ, MH ഹക്കീം എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ചേലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സരിത സുനിൽ അധ്യക്ഷയായി. രമ്യ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി അജിത സുമേഷ് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിമി ഷിബു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം നടത്തി. ഏരിയ ട്രഷറർ സുശീല സതീശൻ, യൂണിറ്റ് ഏരിയ ഭാരവാഹികളായ നിഷ മണി, ബീന ജോയ്, ധന്യ കോപ്ഷൻ, PS ശ്രുതി എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ 24 കേരള ബറ്റാലിയൻ സായുധ സേനാ ദിനാചരണം സംഘടിപ്പിച്ചു. മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി NCC കേഡറ്റുകൾക്ക് സുബേദാർ നകുൽ മിർദ സായുധ സേനാ ദിന ബാഡ്ജ് സമ്മാനിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ ശിവമല്ലി സായുധ സേനാ ദിന സന്ദേശം നൽകി. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, മുഹമ്മദ് ഷംസീർ, മിൻസാര രാജേന്ദ്രൻ, അക്ഷയ് E തോമസ്, ആർദ്ര ശ്രീരാഗ്, ഇസബൽ ജോസ് എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് കേഡറ്റുകൾ പ്രതിജ്ഞയെടുത്തു. സായുധ സേനാ ദിനത്തിൽ വിൽക്കപ്പെടുന്ന സ്റ്റാമ്പുകളുടെ ധനസമാഹരണത്തിലൂടെയാണ് മരണമടഞ്ഞ വിമുക്ത ഭടന്മാരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും മക്കളുടെ പഠനത്തിനും വിവാഹത്തിനുമായി വരുന്ന ചിലവുകൾക്കുള്ള പണം സ്വരൂപിക്കുന്നത്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് പ്രാദേശിക തലത്തിൽ ഫണ്ട് വിതരണം ചെയ്യുക. ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പുന്നേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അണ്ടത്തോട് കനോലി കനാൽ പരിസരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. ഉപ്പുകലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവ നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നുണ്ട്. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് ചെറായി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ കനോലി പരിസരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. പ്രധാന അധ്യാപകൻ KL മനോഹിത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ M രമ്യ തോമസ്, K ഷിബിൻ രാജ് തുടങ്ങിയ വിദ്യാർത്ഥികളും പരിപാടികളിൽ പങ്കാളികളായി. കടവല്ലൂർ പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തത്വമസി വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് നടത്തി. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം 11 മണിക്ക് വിളക്കുപന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. വൈകിട്ട് 6-ന് കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉടുക്കുപാട്ടും താലമേന്തിയ നൂറുകണക്കിന് മാളികപ്പുറങ്ങളുമായി ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം, തിടമ്പേറ്റിയ ഗജവീരൻ കൊളക്കാടൻ കുട്ടിക്കൃഷ്ണനും അകമ്പടിയായി. വൈകിട്ട് വിളക്കുപന്തലിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭജനയും അന്നദാനവും ഉണ്ടായി. രാത്രി 10-ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ച ശേഷം പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, ആഴിപൂജ, കനലാട്ടം എന്നിവയ്ക്ക് ശേഷം ഗുരുതി ദർപ്പണത്തോടെ ദേശവിളക്ക് ആഘോഷത്തിന് സമാപനമായി. മരുത്തംകോട് ജ്യോതിപ്രകാശ് മകനും സംഘവുമായിരുന്നു വിളക്ക് പാർട്ടിക്കാർ. തത്വമസി വിളക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാത്, സെക്രട്ടറി സുബീഷ്, ട്രഷറർ മോഹനൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്രിസ്മസ് കേക്ക് ചലഞ്ച് 2025-ന് തുടക്കമായി. GCC ക്ലബ്ബ് ഹൌസിൽ നടന്ന ചടങ്ങ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. കേക്ക് ചലഞ്ചിന്റെ ആദ്യ കൂപ്പൺ മുതിർന്ന അംഗവും ചാലിശ്ശേരിയിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ സംഘാടകനുമായ ജോസഫ് പൗനാന് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ് എന്നിവർ ചേർന്ന് കൈമാറി. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബാബു P ജോർജ്, ഇക്ബാൽ, അനീഷ് തോലത്ത് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് ഈവ് 2025 വർണ്ണാഭമായി. കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി കുരിശുപള്ളി അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് ഈവ് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിലെ മുതിർന്ന അംഗം PC താരുക്കുട്ടി അധ്യക്ഷനായി. CT പാപ്പച്ചൻ മാസ്റ്റർ ക്രിസ്തുമസ് സന്ദേശം നൽകി. നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്രിസ്മസ് പാപ്പ എല്ലാവർക്കും മധുരവിതരണം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും യൂണിറ്റ് അംഗങ്ങളുടെ ക്രിസ്മസ് ഗാനങ്ങളും ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി ബിജു P താരുക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി ബീന തോമസ്, ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.